ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കല്യാണ സീരീസ് 3 ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ കല്യാണ സീരീസ് 3യോ അപ്പോൾ 1, 2 ഒക്കെ എവിടെയാണ്? അപ്പോൾ കുറച്ച് ലാഗ് ആയിട്ടുണ്ട് കല്യാണ സീരീസ് 3 ഒക്കെ അപ്ലോഡ് ചെയ്യാൻ. അതായത് കല്യാണ സീരീസ് 2 and 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ കാണാത്തവരെന്തായാലും 1ഉം 2ഉം പോയി കാണണം. അത് ഞാൻ നിർബന്ധമായിട്ടും പറയാണ്. എന്നുവെച്ചാൽ ഇതിൻ്റെ ഏട്ടൻ്റെ കല്യാണമാണ്. അപ്പം പെട്ടെന്ന് എനിക്ക് കത്തൂല എന്താ സംഭവം ഒന്ന്, ഏട്ടനാരാ ഏതാണെന്നൊക്കെ. അപ്പോൾ ഗ്രൂം ട്യൂബ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് കാണണം. ഷോപ്പിംഗ് വീഡിയോസും ഗ്രൂം ട്യൂബും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതായത് 1ഉം 2ഉം. സോ നമ്മളിതാ അതിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു. പിന്നെ നമ്മൾ കുറേ സ്വീറ്റ്സ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് സ്വീറ്റ്സാണ് കുറച്ചായിരുന്നു സെലക്ട് ചെയ്ത് നമ്മൾ വെച്ചത്. അപ്പോൾ നമ്മൾ സ്വീറ്റ്സ് ഒക്കെ റെഡിയാക്കി. പിന്നെ കല്യാണ സീരീസ് അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സാം ആയിരുന്നു. കല്യാണം കഴിഞ്ഞ അപ്പോൾ തന്നെ എനിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക്. പിന്നെ ആ ആഴ്ചയിൽ എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ടൈമില്ലായിരുന്നു, പഠിക്കാണ്ടായതിനെ കൊണ്ട്. സോ ഞാൻ വിചാരിച്ചു ഇനി എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് നൈസായിട്ട് നമ്മളുടെ കല്യാണ സീരീസൊക്കെ അപ്ലോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാന്ന്. അപ്പോൾ എനിക്ക് എക്സാം തുടങ്ങുന്നതിന് മുമ്പേ യൂണിറ്റ് ടെസ്റ്റ് അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടുണ്ടാവും, മോഡൽ എക്സാം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എല്ലാ ടൈമും ഉണ്ടാവുന്നതാണ്. സോ ഞാൻ കുറച്ച് ലാഗായി പോകുന്നു എനിക്കറിയാം. പക്ഷേ എന്തായാലും നമ്മൾ കല്യാണ സീരീസ് 1ഉം 2ഉം കാണണം. ആൻഡ് ഇത് 3 ആണ്. അപ്പോൾ ഇത് കല്യാണത്തലേന്നുള്ള കുറച്ച് സംഭവങ്ങളാണ്. ഈ നൈറ്റിൻ്റെ പേരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെറൈറ്റി ഒക്കെയാണ്. എല്ലാവരും ഹൽദി അങ്ങനെയൊക്കെ പറയുന്നതല്ലേ. അപ്പം നമ്മൾ വിചാരിച്ചു റംഗോലി നൈറ്റ് അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ കുറച്ച് വെറൈറ്റി ആയിട്ട് റെട്രോ നൈറ്റ് പിടിക്കാമെന്ന്. റെട്രോ നൈറ്റ് വെച്ചാൽ അടിപൊളി നൈറ്റ് ആട്ടോ. എല്ലാവരും ഒരു ഏസ്തെറ്റിക് ഫോമിൽ ഇറങ്ങുക, സാരിയൊക്കെ എടുത്തു, ഇല്ലെങ്കിൽ നല്ല ഏസ്തെറ്റിക് ആയിട്ട്. പിന്നെ നമ്മൾ സ്വീറ്റ്സ് ഒക്കെ കൊടുത്തു. കേക്ക് കട്ടിംഗ് ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇതാക്കി. പിന്നെ സ്വീറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡാൻസ് പരിപാടി വെച്ചാൽ അടിപൊളിയായിരിക്കുമല്ലോ. പിന്നെ നമ്മൾ ഡാൻസ് പരിപാടിയൊക്കെ ഇതാക്കി. പിന്നെയാണ് നമ്മൾ ഓർത്തത് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെയും ജസ്റ്റ് ഒന്ന് ഡാൻസൊക്കെ കളിച്ച് കേക്ക് കട്ട് ചെയ്തപ്പോഴാണെന്നുണ്ടെങ്കിൽ പ്ലേറ്റൊക്കെ പൊട്ടിപ്പോയി. പിന്നെ എന്തായാലും നമ്മൾ റെട്രോ നൈറ്റിൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.